ചർച്ചകളിൽ സാധ്യതയുള്ള ഒരു സ്വാധീനമായി റഷ്യയുടെ ഊർജ ബാങ്കിംഗ് മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ആവർത്തിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന വിജയദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യുക്രൈൻ ഇത് നിരസിച്ചു. നിരുപാധികമായ 30 ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. റഷ്യക്കെതിരായ UAV മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതൊക്കെയാണെങ്കിലും വെടിനിർത്തൽ വാഗ്ദാനം ഇപ്പോഴും പരിഗണനയിലുണ്ടെന്നും ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് അറിയിക്കുകയും ചെയ്തു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും റഷ്യ പിന്നോട്ട് പോയിട്ടേയില്ല. യുക്രൈൻ സൈനികവൽക്കരണം നിരാകരിക്കുക, നാറ്റോയിൽ ചേരാനുള്ള അഭിലാഷങ്ങൾ ഉപേക്ഷിക്കുക, നിഷ്പക്ഷത പാലിക്കുക, ആണവായുധങ്ങളില്ലാതെ തുടരുക എന്നിവയാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ പലതും.